തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കർണാടക ആർടിസി ബസ് അനുവദിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് കർണാടക നിയമസഭാ സ്പീക്കർ യു.ടി. ഖാദർ വിഷയം കർണാടക ആർടിസിയുമായി സംസാരിച്ചതായും അദ്ദേഹം പറഞ്ഞു. തളിപ്പറമ്പ് പ്രസ് ഫോറം കുടുംബസംഗമം ഉദ്ഘാടനത്തിന് ശേഷം ഭാരവാഹികൾ നൽകിയ നിവേദനത്തിന് മറുപടിയായാണ് സ്പീക്കർ ഇക്കാര്യം അറിയിച്ചത്. കേരളവുമായി വളരെ ഊഷ്മളമായ ബന്ധമാണ് കർണാടകയ്ക്കുള്ളത്. രണ്ട് സംസ്ഥാനവും സംയുക്തമായി തീരുമാനിച്ചാൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും കർണാടക ആർടിസി ബസ് ട്രിപ്പ് തുടങ്ങാൻ സാധിക്കും. തളിപ്പറമ്പ് പ്രസ് ഫോറം മുന്നോട്ടുവച്ച ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിച്ചതായും വിഷയം കർണാടക ആർടിസിയുമായി സംസാരിച്ചതായും കർണാടക സ്പീക്കർ യു.ടി. ഖാദർ പറഞ്ഞു. I appreciate the vision of the Taliparamba Press Club chairman and all the members on the holidays to take the family and children to other part of this other state of this country and to exchange the views and knowledge and culture of other state also, which will benefit for the younger generation students who have come with them. So I am very happy for the team to be in our assembly, and I am sure that Karnataka and Kerala will more and more good relationship, not only on revenue matters or on business matters, on emotionally will be bonding together to days to come. So once again I wish them a bright and colorful future, and I welcome along with this Taliparamba Press Club team, I call to all the Kerala Press Club people to visit Karnataka, visit assembly also, and to see the proceedings of the assembly during session time also. ബംഗളൂരുവിൽ നടന്ന തളിപ്പറമ്പ് പ്രസ് ഫോറം കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് സ്പീക്കർ ഇക്കാര്യം അറിയിച്ചത്. ആദ്യമായാണ് കേരളത്തിൽ നിന്നുള്ള ഒരു മാധ്യമ കൂട്ടായ്മ ബംഗളൂരുവിലെ വിധാൻ സൗദ് കാണാൻ വരുന്നത്. മറ്റിടങ്ങളിലെ മാധ്യമ കൂട്ടായ്മകളും ഇവിടെ സന്ദർശിക്കണം. ബംഗളൂരുവിൽ നിരവധി ഹിസ്റ്റോറിക്കൽ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. പ്രസ് ഫോറം അംഗങ്ങളും കുടുംബാംഗങ്ങളും സംഗമത്തിൽ പങ്കെടുത്തു. പ്രസ് ഫോറം പ്രസിഡന്റ് എം.കെ. മനോഹരൻ, സെക്രട്ടറി കെ. രഞ്ജിത്ത്, ബി.കെ. ബൈജു, പി. രവി, ഐ. ദിവാകരൻ, കെ. ബിജുനു, പ്രമോദ് ചേടിച്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.